മറ്റു ഏത് സബ്ജക്റ്റിനെക്കാളും പെട്ടെന്ന് ഒരു വായനയും ഗ്രാസ്പ് ചെയ്തെടുക്കാൻ ഒരു ഫീലിംഗ് ജോഗ്രഫി എന്നുകൊണ്ടാണ് ഞാൻ ജോഗ്രഫി ചൂസ് ചെയ്തത്. പ്രത്യേകിച്ച് ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുമ്പോൾ തന്നെ GS3 പല ടോപ്പിക്കും കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേക സമയം മാറ്റി വയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ GS1 ശരി GS3 ശരി ഇന്ത്യൻ ജോഗ്രഫി നോളജ് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ആദ്യം എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് മിസ്റ്റേക്സ് മനസ്സിലായി. GS എഴുതുമ്പോൾ അല്ല ഓപ്ഷൻ ഉത്തരം എഴുതേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ശരിയാണ്, പേപ്പർ 1 ഫിസിക്കൽ ജോഗ്രഫി ഉണ്ട്, ഹ്യൂമൻ ജോഗ്രഫി ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ ജോഗ്രഫി എനിക്ക് കൂടി ഇൻട്രസ്റ്റ് ഉള്ള വിഷയമാണ്. മല, കുന്ന്, കാട് എല്ലാം ഉണ്ട്. മാപ്പിൻ്റെ പോർഷൻ സത്യത്തിൽ നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ സ്വാഭാവികമായിട്ടും പഠിച്ചു പോകേണ്ടതാണ്. പക്ഷെ എന്നിരുന്നാലും ഇപ്പം കഴിഞ്ഞ തവണ നോക്കുകയായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ കുറച്ചൊരു ഡിഫിക്കൽട്ട് ചോദ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ അതായത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ നല്ലപോലെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, റിവൈസ് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റുകളെല്ലാം എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ചിലപ്പോൾ ചില ചോദ്യങ്ങൾ പാടായിട്ടുള്ള ബൗൺസസ് പോലത്തെ ചോദ്യങ്ങൾ വരും. അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്തിരുന്നത്? ഹായ് ഓൾ, ഇന്ന് നമ്മളോട് കൂടെയുള്ളത് കിരൺജിയാണ്. കിരണ് ഇത്തവണ സിവിൽ സർവീസ് എക്സാമിനേഷനിൽ 835 റാങ്കാണ് ലഭിച്ചത്. സർവീസ് അലോക്കേഷൻ വന്നപ്പോൾ IPS ആണ് ലഭിച്ചിരിക്കുന്നത്. സോ കിരൺ ഈ എക്സാമിനേഷൻ പാസ്സാകാൻ വേണ്ടി ജോഗ്രഫി ഓപ്ഷനിലാണ് ചൂസ് ചെയ്തത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കിരണിൻ്റെ ഓപ്ഷണൽ സ്ട്രാറ്റജീസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ കിരൺ എങ്ങനെയാണ്, കിരണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജോഗ്രഫി അല്ല, എങ്ങനെയാണ് ഈ ജോഗ്രഫി എന്നൊരു സബ്ജക്റ്റ് ഓപ്ഷനിലായിട്ട് എടുക്കാമെന്ന് ഡിസൈഡ് ചെയ്തത്? ഞാൻ ആദ്യമായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് സത്യം ഓപ്ഷൻ ഉണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കുക, എഴുതുക, ജയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലാണ് എത്തിയ ശേഷമാണ് ഇനി ഓപ്ഷൻസിലുണ്ട്. പോളിറ്റി ഉണ്ട്, IPSIR ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, സോഷ്യോളജി ഉണ്ടെന്ന് അറിയുന്നത്. ഞാൻ അന്ന് ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഓപ്ഷനിലാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരുപാട് എഫേർട്ട് ഇടാണ്ട് GS കോമ്പാക്റ്റബിളായിട്ട് പോകുന്ന സബ്ജക്റ്റാണ് ഞാൻ ചൂസ് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു, PSIR, ജോഗ്രഫിയും. അപ്പം ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫിസിക്സും കൂടി ആയതുകൊണ്ട് ഞാൻ ആദ്യം PSIR ക്ലാസ്സിലായിരിക്കും ഓപ്പൺ ക്ലാസ് എടുക്കാൻ നോക്കിയത്. അപ്പം ആ ക്ലാസ്സിൽ ഞാൻ പോയപ്പം ആദ്യം തിയറി ഉണ്ട്, അല്പം കൂടി തിയറി അല്ലെങ്കിൽ പൊളിറ്റിക്സായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഇച്ചിരി കൺഫ്യൂഷൻ പോലെ ഫീൽ ചെയ്തു. രണ്ടാമത് ഞാൻ പോയി ജോയിൻ ചെയ്തത് ജോഗ്രഫി ഓപ്ഷൻ്റെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ അന്ന് ഓഷ്യാനോഗ്രഫി ആയിരുന്നു. അപ്പോൾ അന്നത്തെ ക്ലാസ് തന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ഞാൻ 6 മുതൽ 10 വരെ പഠിച്ച് എന്തൊക്കെയോ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ ഫിസിക്സിൻ്റെ കുറേ ആപ്ലിക്കബിലിറ്റി ഉണ്ട്. ഫിസിക്സിൻ്റെ ടെമ്പറേച്ചർ ആയാലും പ്രഷർ ഡിഫറൻസ് ആയാലും അങ്ങനത്തെ കുറേ ഐഡിയോളജീസ് വരുന്നതുകൊണ്ട് എനിക്ക് ജോഗ്രഫി എന്നെക്കൊണ്ട് പറ്റുമെന്ന് മനസ്സിലായി. പിന്നെ ജുഡീഷ്യറി ക്ലാസ് ഫോളോ ചെയ്യാൻ തുടങ്ങി. വാസ്റ്റ് ആണെന്ന് അറിയാം, പക്ഷെ എന്നാലും കൺസെപ്റ്റ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ജോഗ്രഫിക്ക് സാധിച്ചു. മറ്റു ഏത് സബ്ജക്റ്റിനെക്കാളും പെട്ടെന്ന് ഒരു വായനയും ഗ്രാസ്പ് ചെയ്തെടുക്കാൻ ഒരു ഫീലിംഗ് ജോഗ്രഫി എന്നുകൊണ്ടാണ് ഞാൻ ജോഗ്രഫി ചൂസ് ചെയ്തത്. ഓക്കെ, സോ ജോഗ്രഫി പഠിച്ചു തുടങ്ങി. അപ്പോൾ പഠിച്ചു തുടങ്ങിയപ്പം നമ്മൾ ഈ ക്ലാസ്സിൻ്റെ കൂടെ കൃത്യമായിട്ട് പഠിച്ചു പോകായിരുന്നോ? ആൻസർ റൈറ്റിംഗ് ഒക്കെ ചെയ്യുമായിരുന്നോ? എങ്ങനെയായിരുന്നു ഒരു രീതി? കൃത്യമായിട്ട് ആൻസർ റൈറ്റിംഗ് ഇച്ചിരി ആദ്യത്തെ സമയത്ത് പാടായിരുന്നു. ഞാൻ ആദ്യത്തെ 2 ടെസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവരും പറയുമ്പോൾ ജോഗ്രഫി ഫാസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്സിൽ എനിക്ക് അങ്ങനെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഡെയിലി ഉള്ളത് അന്ന് തന്നെ പഠിച്ച് തീർക്കാൻ, കാരണം രാവിലെ 7 മണിക്കാണ് ജോഗ്രഫി ക്ലാസ് ഉള്ളത്. അപ്പോൾ വൈകിട്ട് രാത്രി 8 മുതൽ 10 വരെ അന്നത്തെ ഓപ്ഷണൽ തീർക്കണമെന്ന് ഉറപ്പായ കാര്യമാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് കൂടെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻസേഴ്സ് ആദ്യം എഴുതാറ് ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജ് എഴുതാറില്ലായിരുന്നു. പിന്നെയാണ് മനസ്സിലാക്കിയത് GS എഴുതുന്ന അതേ ഇമ്പോർട്ടൻസിൽ ജോഗ്രഫിക്കും ആൻസർ ചെയ്തിട്ട് ആവശ്യമുള്ളതാണ്. അങ്ങനെ ആദ്യം എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് മിസ്റ്റേക്സ് മനസ്സിലായി. GS എഴുതുമ്പോൾ അല്ല ഓപ്ഷൻ ഉത്തരം എഴുതേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഒരുപാട് കറണ്ട് അഫേഴ്സ് അല്ലെങ്കിൽ ടോപ്പേഴ്സിൻ്റെ കോപ്പിയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഇനിഷ്യൽ സ്റ്റേജിൽ മഹാ ബോറാണെങ്കിൽ പോലും പിന്നെ നമ്മുടെ സാറന്മാരോട്ടുള്ള അഡ്വൈസും അവരുടെ കറക്ഷനും, പിന്നെ ആ സമയത്ത് ഫാക്കൽറ്റീസ് ജിതിൻ റഹ്മാൻ സാറൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെയൊക്കെ ഒരു നോട്ടത്തിൽ നമുക്ക് ആൻസർ അല്പം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നീട് മെയിൻസ് പ്രിപ്പറേഷൻ നമ്മളിലേക്ക് വന്നപ്പം സീരിയസ് ആയിട്ട് നമ്മളൊരു മെയിൻസ് അറ്റംപ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1 തിയറിറ്റിക്കലായിട്ടുള്ള പേപ്പറാണ്, കണ്ടൻറ്റ് ആണ് അതിൽ മെയിൻ. പേപ്പർ 2 കുറച്ചുകൂടെ എന്താണ് പറയുക, ഒരു ആപ്ലിക്കേഷൻ, ഒരു ഇന്ത്യൻ ഇതും കറണ്ട് അഫയേഴ്സും ഒക്കെ ഉള്ളതൊരു പേപ്പറാണ്. അപ്പം ഇതിൻ്റെ ഒരു സ്ട്രാറ്റജീസ് എങ്ങനെയായിരുന്നു? പേപ്പർ 1 എങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത്, പ്രിപ്പറേഷൻ സ്ട്രാറ്റജി? ശരിയാണ്, പേപ്പർ 1 ഫിസിക്കൽ ജോഗ്രഫി ഉണ്ട്, ഹ്യൂമൻ ജോഗ്രഫി ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ ജോഗ്രഫി എനിക്ക് കൂടി ഇൻട്രസ്റ്റ് ഉള്ള വിഷയമാണ്. മല, കുന്ന്, കാട് എല്ലാം ഉണ്ട്. പക്ഷേ ഹ്യൂമൻ ജോഗ്രഫി ആയപ്പോൾ എനിക്ക് ഞാൻ അല്പം കൂടി ഇച്ചിരി ബോറിംഗ് ആണ്. പക്ഷെ എന്നാലും എനിക്കത് പഠിച്ചല്ലേ പറ്റത്തുള്ളൂ.
അപ്പോൾ ഫിസിക്കൽ ജോഗ്രഫിക്ക് ഞാൻ മെയിൻസിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ജനറൽ മെയിൻസിൻ്റെ 3 മാസം രാവിലെ 7 മണി തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെ ജോഗ്രഫി മാത്രമേ പഠിക്കത്തുള്ളൂ. അത് എൻ്റെ ഡെയിലി ഷെഡ്യൂളായിരുന്നു. അപ്പോൾ ഫിസിക്കൽ ജോഗ്രഫി പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. ആ സമയത്ത് എക്സാമിന് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള അല്ലെങ്കിൽ PYQ വന്നിട്ടുള്ളത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട എല്ലാത്തിൻ്റെയും നോട്ട് നമുക്ക് ഓൾറെഡി ക്ലാസ്സിൽ കിട്ടിക്കഴിഞ്ഞായിരുന്നു. അതിൻ്റെ ഷോർട്ട് ആൻസേഴ്സ് ഞാൻ റെഡിയാക്കിയായിരുന്നു. അതായത് എക്സാമിന് ചോദിക്കുവാണെങ്കിൽ ഈ ആൻസർ ഞാൻ എഴുതത്തുള്ളൂ എന്ന രീതിയിൽ ഉറപ്പിച്ച് ഷോർട്ട് നോട്ടീസ് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഫിസിക്കൽ ജോഗ്രഫി ഏതാണ്ട് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റി. കാരണം ഇൻട്രസ്റ്റ് ഉള്ളതും നമുക്ക് എളുപ്പത്തിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ ഹ്യൂമൻ ജോഗ്രഫി എത്തിയപ്പോൾ, പ്രത്യേകിച്ച് ഈ പെർസ്പെക്റ്റീവ്സ് ഒക്കെ വന്നപ്പോൾ നമ്മൾ എത്ര പഠിച്ചിട്ടും ഒരു കണക്ഷൻ കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഫിസിക്കൽ ജോഗ്രഫി പഠിച്ച ഒരു ലാഭത്തോടെ ഇത് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ സാറിനെ വന്ന് കാണുന്നതും സാർ ഫിസിക്കൽ ജോഗ്രഫി പോലെ ഹ്യൂമൻ ജോഗ്രഫി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ സാറ് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, ഡയസാർ തന്നെ പറഞ്ഞ എൻ്റെ മുമ്പിൽ പറഞ്ഞതാ പെർസ്പെക്റ്റീവ്സിൻ്റെ കാര്യങ്ങൾ ലൈക്ക് 10 മാർക്കിന് അല്ലെങ്കിൽ കമ്പൾസറി ക്വസ്റ്റ്യൻസ് എഴുതാൻ പഠിച്ചിരിക്കണം. ബാക്കി ഹ്യൂമൻ ജോഗ്രഫിയുടെ പോലും ലൈക്ക് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹ്യൂമൻ ജോഗ്രഫിയുടെ പെർസ്പെക്റ്റീവ്സ് മാത്രമായിരിക്കണം. ആ ഐഡിയ എനിക്ക് നല്ലപോലെ ക്ലിക്കായി. ഹ്യൂമൻ ജോഗ്രഫിയിലുള്ള പെർസ്പെക്റ്റീവ്സിൻ്റെ എല്ലാ ടോപ്പിക്കും 10 മാർക്കിന് വേണ്ടി ഞാൻ റെഡിമെയ്ഡായിട്ട് ആൻസേഴ്സ് ക്രിയേറ്റ് ചെയ്തു. ബാക്കി മോഡൽസ്, തിയറീസ് ആൻഡ് ലോസിന് ആവശ്യമുള്ള എല്ലാം ലിറ്ററലി ആൻസറിൻ്റെ രൂപത്തിൽ 15 മാർക്കിനും 20 മാർക്കിനും ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അതിൻ്റെ ഉപയോഗം എനിക്ക് എക്സാം ഹോളുണ്ടായി. പ്രത്യേകിച്ച് ഈ ക്രിസ്റ്റൽ സെൻറ്റർ പ്ലേസ് തിയറി ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ റോസ്റ്റോസ് എക്കണോമിക് ഗ്രോത്ത് മോഡൽ ചോദിച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കിയ നോട്ട് ആൻസർ എന്താണോ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി എക്സാം ഹോളിൽ. ഇന്ത്യൻ ജോഗ്രഫി സാറ് പറഞ്ഞ പോലെ ഒരുപാട്, പ്രത്യേകിച്ച് നമ്മുടെ GS ഓവർലാപ്പ് ഉള്ളതാണ്. അപ്പം അത് പഠിക്കാൻ പ്രത്യേകിച്ച് ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുമ്പോൾ തന്നെ GS3 പല ടോപ്പിക്കും കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേക സമയം മാറ്റി വയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ GS1 ശരി, GS3 ശരി, ഇന്ത്യൻ ജോഗ്രഫി നോളജ് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ആൻസേഴ്സിന് ഒരു ജോഗ്രഫിക്കൽ ആസ്പെക്റ്റ് കൊണ്ടുവരാൻ എന്നെക്കൊണ്ട് സാധിക്കുക ഇന്ത്യൻ ജോഗ്രഫിയാണ്. പിന്നെ ഇന്ത്യൻ ജോഗ്രഫി ബാക്കിയുള്ള പോലെ എളുപ്പമല്ല, പക്ഷെ എന്നാലും അതിന് ആവശ്യ സമയം കൊടുക്കേണ്ടി വന്നു. ഡെയിലി ഒരു ഡേയുടെ പകുതി മൊത്തം ഞാൻ ജോഗ്രഫി ഓപ്ഷനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പം നമുക്ക് ജോഗ്രഫി ഭയങ്കരമായിട്ട് ഓവർലാപ്പ്, GS ആയിട്ട് ഭയങ്കര ഓവർലാപ്പുള്ളൊരു പേപ്പറാണ്. നമ്മളിപ്പം ജോഗ്രഫിയിൽ മാത്രമായിട്ട് പഠിക്കുന്നതെന്ന് പറയുന്നത് എന്താണ്, റിലേറ്റീവ്ലി അറ്റ്ലീസ്റ്റ് ഒരു പകുതിയിൽ കൂടുതലും GS കൂടെ വേണ്ടതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനെ രണ്ടും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തത്? ഇപ്പം ഇത് രണ്ടിനും വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരേ ടോപ്പിക്ക് GS ചോദിക്കാം, ഓപ്ഷനിലും ചോദിക്കാം. അതിനെ എങ്ങനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തത്? ഞാൻ നോക്കുമ്പോൾ ഇന്ത്യൻ ജോഗ്രഫിക്ക് ഞാൻ പ്രധാനപ്പെട്ട ഒരു സമയം കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഇത്ര സമയം കൊടുത്ത് ആൻസേഴ്സ് എഴുതി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടംപററി ആയിട്ട് വരുന്ന GS3 എല്ലാ ടോപ്പിക്കും ഞാൻ ലീവ് ചെയ്യാണ് പതിവ്. അതിനുവേണ്ടി എക്സ്ട്രാ സമയം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം GS3 റിന്യൂവബിൾ എനർജി ഉണ്ട്, ഇൻഡസ്ട്രീസ് ഉണ്ട്, അല്ലെങ്കിൽ ജോഗ്രഫി എന്ത് ആസ്പെക്റ്റ് ഉണ്ടായാലും, പ്രത്യേകിച്ച് GS1 ജോഗ്രഫി എന്ന ചാപ്റ്റർ നമുക്ക് സ്കിപ്പ് ചെയ്യാം, കാരണം ജോഗ്രഫി ഓപ്ഷൻ ആയതുകൊണ്ട്. അപ്പം ഈ ഓവർലാപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് ഞാൻ ജോഗ്രഫിയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അത് ഓപ്ഷനിലാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അതേ സമയത്ത് നമ്മുടെ ഈ തിയറീസ്, മോഡൽസും എന്നെ GS ഉത്തരത്തിൽ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ അതൊരു ഒരു എഡ്ജ് കിട്ടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഓവർലാപ്പിംഗ് നല്ലതായതുകൊണ്ട് അത് കൂടുതലും ഇന്ത്യൻ ജോഗ്രഫിയിലോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്തതുകൊണ്ട് GS3 നല്ല സ്കോർ ചെയ്യാൻ പറ്റിയായിരുന്നു എനിക്ക്. ഓക്കെ, സോ അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ GS പേപ്പർ 2, അതായത് പേപ്പർ 2, അതായത് ജോഗ്രഫിയിൽ പേപ്പർ 2, അതായത് ഇന്ത്യൻ ജോഗ്രഫി സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ചില ചോദ്യങ്ങൾ ഒരു GS ടൈപ്പ് ആയിരിക്കും. പക്ഷേ ഈ GS ടൈപ്പ് ചോദ്യങ്ങൾക്ക് നമ്മൾ കുറച്ച് ജോഗ്രഫി ആഡ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിനെന്തെങ്കിലും പ്രത്യേകമായിട്ട് പ്രാക്ടീസ് ചെയ്യാമായിരുന്നോ? അതിനെന്തൊക്കെയാണ് ചെയ്തത്? ഞാൻ ജോഗ്രഫി ടേംസ് ആയിരുന്നു കൂടുതൽ ഉപയോഗിച്ചത്. പ്രത്യേകിച്ച് എൻവയോൺമെൻറ്റ് വരുമ്പോൾ നമുക്ക് GSന്ന് സാധാരണ യൂസ് ചെയ്യുന്ന കീവേഡ്സിന് പകരം ജോഗ്രഫിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അന്ന് കറണ്ട് അഫയേഴ്സിൽ ഉള്ള പോയിൻറ്റ്സ് കൊണ്ടുവരാൻ ശ്രമിക്കും. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ക്ലൗഡ് ബേഴ്സിൻ്റെ ഒക്കെ ചോദ്യം ചോദിക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിക് റിവേഴ്സുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു പ്രതീതി ഞാൻ ചൂസ് ചെയ്യുമായിരുന്നു. അന്ന് കറണ്ട് അഫയേഴ്സിൽ ജോഗ്രഫി ലൈൻ പറഞ്ഞ എല്ലാ സാധനവും ഞാൻ GS3 കൊണ്ടുവരാൻ നോക്കുമായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് GS1 ചോദിച്ച എല്ലാ ചോദ്യവും ഞാൻ ജോഗ്രഫിക്ക് ഓപ്ഷനിൽ എങ്ങനെ എഴുതുമോ ആ രീതിക്കാണ് ഞാനത് അപ്രോച്ച് ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ ഇതിലൊരു മാപ്പിൻ്റെ ഒരു പോർഷനുണ്ട്. ഓക്കെ, അപ്പോൾ മാപ്പിൻ്റെ പോർഷൻ സത്യത്തിൽ നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ സ്വാഭാവികമായിട്ട് പഠിച്ചു പോകേണ്ടതാണ്. പക്ഷേ എന്നിരുന്നാലും ഇപ്പം കഴിഞ്ഞ തവണ നോക്കുകയായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ കുറച്ചൊരു ഡിഫിക്കൽട്ട് ചോദ്യങ്ങളുണ്ടായിരുന്നു.
അപ്പം അങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ അതായത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങളല്ലേ നമ്മൾ നല്ലപോലെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, റിവൈസ് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റുകളെല്ലാം എടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ചിലപ്പോൾ ചില ചോദ്യങ്ങൾ പാടായിട്ടുള്ള ബൗൺസസ് പോലത്തെ ചോദ്യങ്ങൾ വരും. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്? ഈ ഓപ്ഷനിൽ 2-3 ബൗൺസേഴ്സ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മാപ്പ് എന്ന പ്രധാനപ്പെട്ട ബൗൺസർ ആയിരുന്നു. അപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫിസിക്കൽ ജോഗ്രഫിയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ട്രങ്കേറ്റഡ് സ്പെർ എന്നായിരുന്നു. അപ്പോൾ NCERT-ലുള്ള വാക്കാണത്, പക്ഷേ എനിക്ക് കണ്ട ഓർമ്മയില്ല. അപ്പോൾ ഞാൻ എൻ്റെ 1-on സെഷൻ നിഖിൽസാണ് ചോദിച്ചായിരുന്നു, സാർ അറിഞ്ഞിടാത്തൊരു കാര്യം വന്നാൽ അപ്രോച്ച് ചെയ്യണോ അതോ ലീവ് ചെയ്യണോ എന്ന്. അപ്പം സാറ് പറഞ്ഞ് ബെറ്റർ ഇഫ് യു ലീവ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ ഫിസിക്കൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലീവ് ചെയ്തു, കംപ്ലീറ്റ്ലി ലീവ് ചെയ്തു. ബാക്കി എല്ലാ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് എൻഡ് ടു എൻഡ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ലീവ് ചെയ്താലും ബൗൺസർ ലീവ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഞാൻ റിസ്ക് എടുത്തു, പക്ഷേ എനിക്കത് വലിയ നഷ്ടം ഒന്നും എത്തിയിട്ടില്ല. പിന്നെ മാപ്പിൻ്റെ കാര്യമായാലും സാധാരണ എല്ലാവർക്കും ഒരു 10 ലൊക്കേഷനിൽ 7 ലൊക്കേഷൻ കിട്ടേണ്ടതാണ്. കഴിഞ്ഞ മറ്റൊരു 3 ലൊക്കേഷൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ല. പക്ഷേ ഞാൻ അത് ചെയ്തു. മുന്നോട്ട് അറിഞ്ഞുകൊണ്ട് നെഗറ്റീവ് ചെയ്യാൻ നോക്കിയില്ല. അറിയാത്തൊരു സ്ഥലം മാർക്ക് ചെയ്യാൻ ഞാൻ ശ്രമിച്ചില്ല. പിന്നെ മാപ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജോഗ്രഫിയിൽ നമ്മൾ ഒരുപാട് മാപ്സ് വരയ്ക്കും. ഇപ്പം ആ ഒരു പ്രവണത നമുക്ക് GS-ൽ കിട്ടും. എവിടെയൊക്കെ GS ആൻസർ മാപ്പ് കൊണ്ടുവരാൻ ശ്രമിക്കുമോ അതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും, ഈ ക്വസ്റ്റ്യൻ മാപ്പ് കൊണ്ടുവരണം. അപ്പോൾ പെട്ടെന്നൊരു മാപ്പ് വരയ്ക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ഇന്ത്യനോ വേൾഡ് മാപ്പിനോ റെപ്രസെൻറ്റ് ചെയ്യാൻ എന്നെ സാധിച്ച ജോഗ്രഫി ഓപ്ഷനിലാണ്. ഓക്കെ, കറണ്ട് അഫയേഴ്സിലുള്ള ബേസിലുള്ള ചോദ്യങ്ങൾ നമുക്ക് കിട്ടുമല്ലോ. ഓക്കെ, അപ്പം അതായത് കുറേ ചാപ്റ്റേഴ്സിലൊക്കെ കറണ്ട് അഫയേഴ്സ്, ഇപ്പോൾ എക്കണോമിക് ജോഗ്രഫിയിലൊക്കെ കറണ്ട് അഫയേഴ്സ് ഭയങ്കര ഹെവി ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതെങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്തിരുന്നത് ജോഗ്രഫിയുടെ കറണ്ട് അഫയേഴ്സ്? ഞാൻ കൂടുതലും ന്യൂസ് പേപ്പറാണ് നോക്കിക്കൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഡിസാസ്റ്റർ ടോപ്പിക്ക് ജോഗ്രഫി വരുമ്പോൾ കറണ്ട് അഫയേഴ്സിൽ ഏതെങ്കിലും ഇപ്പോൾ പ്രത്യേകിച്ച് ആ സമയത്താണ് ഈ സാൻ ഫ്രാൻസിസ്കോ ഫോറസ്റ്റ് ഫയേഴ്സൊക്കെ ഉണ്ടായത്. അപ്പോൾ സാൻഡ ആന വിൻസ് അതൊക്കെ പത്രത്തിൽ നിന്ന് കിട്ടിയതാണ്. അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കും. അതേസമയം നമ്മുടെ മെയിൻസ് സമയത്ത് ഐലൻഡ് തന്നെയാണ് ഈ വീക്ക്ലി ടെസ്റ്റ് സെഷന് കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽ തന്നുകൊണ്ടിരുന്നത്. അപ്പം അവർ പല നല്ല പോയിൻറ്സും അതിൽ തരും. അപ്പം അത് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അത് ഓപ്ഷനിൽ മാത്രം എനിക്ക് ഓപ്ഷനേക്കാളും കൂടുതൽ ഉപകാരപ്പെട്ടത് GS-ലോട്ടാണ്. GS-ലെ പല ആംഗിളിലും നമ്മുടെ ഐലൻഡ് കറണ്ട് അഫയേഴ്സ് കൊണ്ടുവരാൻ പറ്റി എനിക്ക്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എക്സാമ്പിൾസും കേസ് സ്റ്റഡീസും. ഓക്കെ, അപ്പോൾ അത് ചില കേസ് സ്റ്റഡീസ് എക്സാമ്പിൾസൊക്കെ മീൻസ് പഴയ കേസ് സ്റ്റഡീസ് നമുക്ക് ജനറലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാണ്ട് കറണ്ട് അഫയേഴ്സും ഉപയോഗിക്കാം. ഇതിനു വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുമായിരുന്നോ നമ്മുടെ ആൻസേഴ്സിൽ മാക്സിമം എക്സാമ്പിൾസും കേസ് സ്റ്റഡീസൊക്കെ കൊണ്ടുവരാൻ വേണ്ടി? നമ്മൾ ഐലൻഡ് ഒരു മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ കേസുകളും അതിൻ്റെ അകത്തുണ്ട്. അപ്പം ജോഗ്രഫിയുടെ കേസ് സ്റ്റഡി മാത്രം മതിയായിരിക്കും GS-3യുടെ. കാരണം GS-3യിൽ നമുക്ക് ഒരുപാട് കേസ് സ്റ്റഡി കൊണ്ടുവരണം, ഫാക്ട്സ് ഉണ്ട്, ഡേറ്റാസ് കൊണ്ടുവരണം. അപ്പോൾ കൂടുതലും ജോഗ്രഫി ഓപ്ഷനിലുണ്ട് അതേ കേസ് സ്റ്റഡി അങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ് അനുസരിച്ച്. ഇപ്പം GS-3യിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിലും എൻവയോൺമെൻറ്റിലും ഞാൻ കൊണ്ടുവന്ന പല കേസ് സ്റ്റഡിയും ജോഗ്രഫി ഓപ്ഷനിൽ എടുത്തതായിരുന്നു. അപ്പം ആ ഓവർലാപ്പിംഗ് നമുക്ക് എപ്പോഴും സഹായിക്കും. GS സബ്ജക്റ്റിൽ ജോഗ്രഫിയുടെ ഒരു എഡ്ജ് തന്നെയാണത്. അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ജോഗ്രഫിയിലേക്ക് പുതിയതായിട്ട് വരുന്ന കുട്ടികളും അതുപോലെ തന്നെ ഇപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്ത് ഉപദേശമാണ് കിരൺ കൊടുക്കാനുള്ളത്? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നിഖിൽ സാർ പറഞ്ഞതാണ്, കണ്ടൻറ്റ് അറിയാമെങ്കിൽ ജോഗ്രഫിക്ക് മാർക്ക് കിട്ടുന്ന 100% ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ഓവർലാപ്പ് വരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് ജോഗ്രഫി. ജോഗ്രഫി പഠിച്ചതുകൊണ്ട് നമുക്ക് GS വിഷയങ്ങൾ പ്രത്യേകിച്ച് 1 ജോഗ്രഫി ആയാലും GS-3 നമുക്ക് ഒരു എഡ്ജ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ട്രെൻഡുകൾ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ജോഗ്രഫിയിൽ പഠിച്ചാൽ അതുപോലെ എഴുതിയാൽ മാർക്ക് കിട്ടാൻ നമുക്ക് കറണ്ട് അഫയേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും, ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതിൽ അതേ സ്ട്രാറ്റജി GS-ൽ ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റിയതും അതേസമയം എളുപ്പത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ പഠിച്ച് തീർക്കാൻ പറ്റിയൊരു വിഷയമാണ് ജോഗ്രഫി. എൻ്റെ ഈ പ്രിപ്പറേഷനിൽ ജോഗ്രഫിയുടെ മാർക്ക് ഒരു ഡിസൈഡിങ് ഫാക്ടർ തന്നെ ആയിരുന്നു. കുറച്ച് സമയം എടുത്തെങ്കിൽ പോലും എനിക്ക് ജോഗ്രഫി വിട്ട് മാറിപ്പോയി. 5ാമത്തെ അറ്റംപ്റ്റാണ് പാസ്സാവുന്നത്. അപ്പോൾ ആ അറ്റംപ്റ്റിന് ഇടയിൽ പോലും ജോഗ്രഫി മാറണം എന്നൊരു ചിന്ത വന്നിട്ടില്ല. കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു, ആൻസർ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ജോഗ്രഫിയുടെ ആൻസേഴ്സ് എഴുതുമ്പോൾ അല്പം കൂടി GS ഓറിയൻറ്റഡ് ആവാൻ ഒറ്റ ക്ലിക്ക് കൊണ്ട് നമുക്ക് ഉത്തരം GS ആക്കാം, ജോഗ്രഫി ഓപ്ഷനിലും ആക്കാം. അപ്പോൾ ആ രീതിയിൽ ഒരു അഡ്വാൻറ്റേജും അല്ലെങ്കിൽ ഒരു അഡാപ്റ്റബിലിറ്റിയും ജോഗ്രഫിക്കുണ്ട്. അപ്പോൾ ജോഗ്രഫി എന്തുകൊണ്ടും നല്ലൊരു സബ്ജക്റ്റ് തന്നെയാണ് ഓപ്ഷനിൽ ചൂസ് ചെയ്യാൻ. സോ ഇനി കിരൺ പതിയെ സിവിൽ സർവീസ് പ്രിപ്പറേഷനൊക്കെ ഉപേക്ഷിച്ച് പതിയെ എന്താണ് ഒരു സിവിൽ ജോലിയിലേക്ക് കിടക്കുകയാണ്, IPS ആണ്. അപ്പം ഇപ്പോൾ ട്രെയിനിങ്ങിനൊക്കെ പോവാണ്. അപ്പം എല്ലാവിധ ആശംസകളും. ഓക്കെ, സോ താങ്കൾ എന്തിനു വേണ്ടിയാണോ സിവിൽ സർവീസിലേക്ക് വന്നത് ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
താങ്ക് യു സർ. താങ്ക് യു.